പുതിയ ഡയറിയാണ്. ആദ്യം നോക്കിട്ടാ നീ ഇടയ്ക്ക് റാൻഡം പിച്ച്. ഓക്കെ, ഇത് വച്ചാ പേജ് വായിക്കാം. അപ്പൊ ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ. ഇന്ന് ഞാൻ എന്തോ പതിവില്ലാതെ നേരത്തെ ഉണർന്നു. മണി ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ഉപ്പുമാവിനേക്കാൾ എനിക്കിഷ്ടം മണിയുടെ സ്ഥിരം പുട്ട് തന്നെയാണെന്ന് പറയണം എന്നുണ്ടായിരുന്നു. അവക്ക് ഫീൽ ആകണ്ട എന്ന് കരുതി മിണ്ടാതിരുന്ന് കഴിച്ചു. നോക്കട്ടെ, മാർച്ച് 10. മാർച്ച് 10. അയ്യോ, അന്നുണ്ടാക്കിയ ഉപ്പുമാവ് എനിക്ക് ഓർമ്മയുണ്ട്. ഉള്ളത് പറയല്ല, ഭയങ്കര ശോകമായിരുന്നു. ഉപ്പിന്റെ കട്ടയായിരുന്നു. എന്റെ കുറ്റം പറയാതെ ബാക്കി പേര് അങ്ങോട്ട് വേറെ അടുത്ത വായിക്കടി. ഓക്കെ, ഇത് മാർച്ച് 18 ഇന്ന് ഓഫീസിൽ നല്ല രസമായിരുന്നു. സുമലത പാട്ടൊക്കെ പാടി, നല്ല ശബ്ദമായിരുന്നു. ബാക്കി പേര്. രതീഷ് ഇന്ന് പറഞ്ഞ അവസരോചിതമായ തമാശ എനിക്കിഷ്ടമായില്ല. പക്ഷെ അതെനിക്ക് പ്രകടിപ്പിക്കാനായില്ല. എന്താന്ന് വെച്ചത് വേറെ വായിക്ക് തീർന്നെങ്കി. കലി വരുന്നിട്ട് വയ്യ എനിക്ക്. അടുത്ത വായിക്കാം. പാവം, എന്തുണ്ടെങ്കിലും പുറത്തു പറയൂല. ഇന്നലത്തെ വായിക്കട്ടാ. വായിക്കടി. ഓക്കെ, ഇന്നലത്തെ വായിക്കാം. ഇന്ന് എനിക്ക് വളരെ ദുഃഖപൂർണമായ ഒരു ദിവസമായിരുന്നു. എന്തോ ദുഃഖം? ഇന്നലെ ഒന്നും പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഉണ്ടായില്ലല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല. നീ ബാക്കി വായിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്താന്ന്. ദിവസമായിരുന്നു. രാവിലെ എനിക്ക് വേണ്ടി വഴുതന ഫ്രൈ ഉണ്ടാക്കിയപ്പോൾ എന്റെ മണിക്കുട്ടിയുടെ കൈ മുറിഞ്ഞു. ഈ മുറിവാണ്. ചെറുതായിട്ട് തോലി പോയതല്ലേ ഉള്ളൂ. അപ്പൊ കൊറേ ബ്ലഡ് വന്നത്. ഇത്ര ചെറിയ മുറിവ് ഇതിനാണ്. എന്നിട്ട് കേട്ടാ, കൈ മുറിഞ്ഞു. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പാവം മണിക്കുട്ടി ആ വേദന സഹിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ എന്റെ ഹൃദയം വിതുമ്പിപ്പോയി. ബാങ്കിൽ ഇരുന്നപ്പോഴൊക്കെ മണിയെ പറ്റി മാത്രമായിരുന്നു ഞാൻ ഇന്ന് ഓർത്തത്. കഷ്ടം. ഇടയ്ക്ക് വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തില്ല. വെറുതെ അല്ല അച്ഛൻ എന്നെ വിളിച്ചത്. അമ്മയെ കിട്ടാത്തോണ്ട് ഞാനത് അമ്മയോട് പറയാനും മറന്നുപോയി. ഞാനേ അവര് വീടിനെ വെറുതെ എപ്പോഴും ഇങ്ങനെ സംശയിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടേയിരിക്കും. നമ്മള് ചെയ്തത് തെറ്റായിപ്പോയി. നമ്മള് ചെയ്യാൻ പാടില്ലായിരുന്നു. അച്ഛന്റെ ബുക്ക് എടുത്ത് വായിച്ചത് തെറ്റാ. അതിപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അച്ഛനോട് സോറി പറഞ്ഞാലോ? സോറി പറയാ. അതമ്മ, ഞാനേ എനിക്ക് അച്ഛൻ നമ്മളെയൊക്കെ പറ്റി എന്താണ് എഴുതിയിരിക്കുന്നത്, എന്താ പറയണേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാ ഞാൻ ഇത് എടുക്കാന്ന് പറഞ്ഞേ. അമ്മക്ക് മനസ്സിലായി, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മള് അത് ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ? അത് തന്നെ. സോറി പറയാ. മൂട് പോയി.